ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ജൂൺ മാസം നടന്ന EV ടു വീലേഴ്സിൻ്റെ സെയിൽസ് റിപ്പോർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. കമ്പയറിംഗ് ടു ലാസ്റ്റ് മന്ത് നല്ലൊരു സെയിൽസാണ് കഴിഞ്ഞ ജൂൺ മാസം ഉണ്ടായിരിക്കുന്നത്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. കഴിഞ്ഞ ജൂൺ മാസം EVസിന് വളരെ നല്ലൊരു സെയിൽസ് ആയിരുന്നു എടുക്കാനായിട്ട് പറ്റിയ. മന്ത് ഓൺ മന്ത് സെയിൽസ് നോക്കുമ്പോഴത്തേക്കും 4% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ജൂൺ മാസം മാത്രമായിട്ട് തന്നെ 1,52,266 യൂണിറ്റ്സാണ് EV ടു വീലേഴ്സ് മാത്രമായിട്ട് വിറ്റ് പോയിരിക്കുന്നത്. ഇതിൽ ഡേറ്റ വേരി ആവും കേട്ടോ. എൻ്റെ ഡേറ്റ അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. അത് ലിസ്റ്റിംഗ് അനുസരിച്ച് വേരി ആവാനായിട്ടുള്ള നല്ല ചാൻസസ് ഉണ്ട്. 10th പൊസിഷനിൽ വന്നിരിക്കുന്ന റിവോൾട്ട് മോട്ടോഴ്സാണ്. ലാസ്റ്റ് മന്ത് മെയ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 883 യൂണിറ്റ്സ് അവർ സെയിൽ ചെയ്തിട്ടുണ്ട്. ജൂൺ മാസം 766 യൂണിറ്റ്സാണ് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. കമ്പയറിംഗ് ടു ലാസ്റ്റ് മന്ത് 13% മന്ത് ഓൺ മന്ത് ഡീഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. 9th പൊസിഷനിൽ വരുന്ന റിവർ ഇന്ത്യയാണ്. ലാസ്റ്റ് മന്ത് നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് 10 പൊസിഷനിൽ പോലും റിവർ ഇന്ത്യ ഇല്ലായിരുന്നു. ബട്ട് കഴിഞ്ഞ മാസം റിവർ ഇന്ത്യ ടോപ്പ് 9 പൊസിഷനിൽ കയറിയിട്ടുണ്ട്. ജൂൺ മാസം 1246 യൂണിറ്റ്സാണ് റിവർ ഇന്ത്യ സെയിലായി പോയിരിക്കുന്നത്. കമ്പയറിംഗ് ടു ലാസ്റ്റ് മന്ത് മെയ്യിൽ 948 യൂണിറ്റ്സാണ് റിവർ ഇന്ത്യ സെല്ലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 31% ഗ്രോത്താണ് റിവർ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പേഴ്സണലി 2-3 റിവർ ഇന്ത്യകൾ ഞാൻ കണ്ടായിരുന്നു റോഡിൽ. അതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു. അവരെല്ലാം പറയുന്നത് വളരെ നല്ല വണ്ടിയെന്നാണ് പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഞാൻ കണ്ടത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളവരോ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം പേഴ്സണലി എനിക്ക് റിവർ ഇന്ത്യ അടുത്തൊരു പ്രത്യേകതരം താല്പര്യമുണ്ട്. കാരണം അതിൻ്റെ ഒരു സൈസും അതിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെക്കൻഡ് ജനറേഷനിൽ ചെയിൻ ഡ്രിവൺ ആയിട്ടുള്ളൊരു മോട്ടറും കൂടെയാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്തൊരു പേഴ്സണലി ഒരു താല്പര്യമുണ്ട്. തീർച്ചയായും യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 8th പൊസിഷനിൽ വന്നിരിക്കുന്ന പ്യുവർ EV ഇലക്ട്രിക് ബൈക്സ് ആണ്. ലാസ്റ്റ് മന്ത് അവർ 7th പൊസിഷനിലായിരുന്നു. ജൂൺ മാസം 1429 യൂണിറ്റ്സാണ് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. കമ്പയറിംഗ് ടു മെയ് 1231 യൂണിറ്റ്സാണ് അവർ സെല്ലാക്കിയിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് 16% ഗ്രോത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 7th പൊസിഷനിൽ വന്നിരിക്കുന്നത് ബിഗോസ് ആണ്. ലാസ്റ്റ് മന്ത് ബിഗോസ് 10th പൊസിഷനിലായിരുന്നു. ഇത്തവണ 3 പൊസിഷൻ മുകളിലോട്ട് കയറി 7th വന്നിട്ടുണ്ട്. ജൂൺ മാസം 1952 യൂണിറ്റ്സാണ് ബിഗോസ് സെല്ലായിരിക്കുന്നത്. കമ്പയറിംഗ് ടു മെയ് മാസം 1066 യൂണിറ്റ്സാണ് സെല്ലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഏകദേശം 83% ഗ്രോത്താണ് ബിഗോസിന് കിട്ടിയിരിക്കുന്നത്. 6th പൊസിഷനിൽ വന്നിരിക്കുന്ന ഗ്രീവ്സ് മൊബിലിറ്റിയാണ്. ലാസ്റ്റ് മന്ത് അവർ 6th പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 4199 യൂണിറ്റ്സാണ് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ മെയ് മാസം 4177 യൂണിറ്റ്സാണ് അവർ സെയിൽ ചെയ്തിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 0.5% ഗ്രോത്താണ് കാണാൻ പറ്റിയിരിക്കുന്നത്. ഇനി അടുത്തത് ടോപ്പ് 5 കമ്പനീസിൻ്റെ സെയിൽസാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നല്ലൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നല്ല സെയിൽസും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ തരുന്നത്. ചാനൽ പുതിയതായിട്ട് വന്ന് നിൽക്കുന്ന എല്ലാവരും ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എനർജി കയറും പുതിയ വീഡിയോസ് വരാനായിട്ടുള്ളതിൻ്റെ. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ടു വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ അപ്ഡേറ്റ് കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ടോപ്പ് 5 പൊസിഷനിലുള്ള എല്ലാവരുടെയും പൊസിഷൻ അതുപോലെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സെയിൽസ് റിപ്പോർട്ട് എന്തായാലും നമുക്ക് നോക്കാം. 5th പൊസിഷനിൽ വന്നിരിക്കുന്നത് ഹീറോ വിതയാണ്. ലാസ്റ്റ് മന്തും 5th പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 7664 യൂണിറ്റ്സാണ് സെല്ലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ മെയ് മാസം നോക്കുമ്പോഴത്തേക്കും 7164 യൂണിറ്റ്സാണ് സെല്ലാക്കിയിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 6.9% ഗ്രോത്താണ് കാണുന്നത്. 4th പൊസിഷനിൽ വന്നിരിക്കുന്നത് എയ്തർ എനർജിയാണ്. ലാസ്റ്റ് മന്തും 4th പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 14,512 യൂണിറ്റ്സാണ് സെയിലായിരിക്കുന്നത്. മെയ് മാസം 12,840 യൂണിറ്റ്സും. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 13% ഇൻക്രീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ടോപ്പ് 3 EV സെയിൽസ് കമ്പനിയിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. അതിൽ നമ്പർ 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത് ഓലയാണ്. ലാസ്റ്റ് മന്തും 3rd പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 20,189 യൂണിറ്റ്സാണ് ഓല സെയിലായിരിക്കുന്നത്. മെയ് നോക്കുമ്പോഴത്തേക്കും 18,499 യൂണിറ്റ്സാണ് ഓല സെയിലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 9.1% ഗ്രോത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ചേതക്കാണ്. ലാസ്റ്റ് മന്തും സെക്കൻഡ് പൊസിഷൻ തന്നെയായിരുന്നു. ജൂൺ മാസം 23,004 യൂണിറ്റ്സാണ് ചേതക്കിന് സെല്ല് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. മെയ് മാസം 21,770 യൂണിറ്റ്സാണ് സെല്ലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 5.6% ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ നമ്മൾ സെയിൽ നോക്കുമ്പോഴത്തേക്കും ചേതക്കിന് 156% നല്ലൊരു സെയിൽസും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്പർ 1 പൊസിഷൻ വന്നിരിക്കുന്നത് TVS ആണ്. ലാസ്റ്റ് മന്ത് നമ്പർ 1 പൊസിഷൻ തന്നെയായിരുന്നു.
ജൂണിൽ 25,274 യൂണിറ്റ്സാണ് സെല് ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ മെയ് മാസം 24,560 യൂണിറ്റ്സുമാണ് സെയിലായിരിക്കുന്നത്. മന്ത് ഓൺ മന്ത് ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും 2.9% ഗ്രോത്താണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ ടി വി എസ് 81%-ൻ്റെയും ഗ്രോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജൂൺ മാസം വരുന്ന നമ്മളെ ടോപ്പ് 10 EV സെയിൽസ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. ജനുവരി 1, 2026 തൊട്ട് എല്ലാ 2 വീലേഴ്സ് മോട്ടോർ സൈക്കിളിലും സ്കൂട്ടേഴ്സിലും ABS മാൻഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴേ എടുത്തു ചാടി വണ്ടി എടുക്കണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ 2026 ശേഷം വരുന്ന എല്ലാ വണ്ടികളിലും ABS കാണും എന്നാണ് പറയുന്നത്. വീഡിയോ കണ്ട് ഇതുവരെ എത്തിയിട്ടുള്ള എല്ലാവരും വീഡിയോ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ പുതിയ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വരാനായിട്ട് ഇനി പറ്റുന്നത്. അതുവരേക്കും നമുക്ക് പാക്കലാം. ടേക്ക് കെയർ. ബൈ.